കയ്യിലിരിക്കുന്ന കാശ് ബാങ്കിലിട്ടാൽ നല്ലൊരു പലിശ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാകില്ല അല്ലെ? സാധാരണയായി നമ്മളെല്ലാവരും വലിയ ബാങ്കുകളിലാണ് പണം നിക്ഷേപിക്കാറുള്ളത്. എന്നാൽ അവിടെയൊക്കെ വെറും 3% അല്ലെങ്കിൽ 4% ഒക്കെയാണ് സാധാരണ സമ്പാദ്യ അക്കൗണ്ടുകൾക്ക് പലിശ കിട്ടുക. എന്നാൽ നിലവിൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് നല്ലൊരു തുക പലിശയായി തരുന്ന ചില ബാങ്കുകളുണ്ട്. റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള തുകയ്ക്ക് അനുസരിച്ച് 8% വരെ പലിശ തരുന്ന ബാങ്കുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഉയർന്ന ലാഭം നേടാമെന്ന് നമുക്ക് നോക്കാം. ഇത്തരം ബാങ്കുകളിൽ പണം ഇടുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാകും, ഇത് സുരക്ഷിതമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഇത്തരം ബാങ്കുകളിലെ 5 ലക്ഷം രൂപ വരെയുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷാ പരിരക്ഷയുണ്ട്. അതുകൊണ്ട് 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നമ്മൾ ഒട്ടും പേടിക്കേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ പലിശ നിരക്കുകൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ബാങ്കുകളുടെ തീരുമാനപ്രകാരം ഇതിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങൾ പണം നിക്ഷേപിക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിന്റെ ശാഖയിൽ പോയി അന്നത്തെ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഉയർന്ന പലിശ തരുന്ന ബാങ്കുകളിൽ ഒന്നായ ഇസാഫ് ബാങ്കിനെ കുറിച്ച് നോക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടനവധി ശാഖകളുള്ള ബാങ്കാണ് ഇസാഫ്. നിങ്ങളുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വരെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 3% പലിശ ലഭിക്കുക. എന്നാൽ തുക 2 ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ പലിശ നിരക്ക് കൂടും. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 5.5% പലിശ കിട്ടും. 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണെങ്കിൽ 6%, 15 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 6.5% പലിശ ലഭിക്കും. വലിയ തുകകൾ നിക്ഷേപിക്കുന്നവർക്ക്, അതായത് 50 കോടിക്ക് മുകളിലൊക്കെ നിക്ഷേപിക്കുന്നവർക്കാണ് ഇതിൽ ഏറ്റവും ഉയർന്ന 8% പലിശ ലഭിക്കുക. ഇസാഫ് ബാങ്ക് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ പണം നൽകും എന്നതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. അടുത്തത് സൂര്യോദയ് ബാങ്കാണ്. ഇവിടെയും പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും എത്തിച്ചേരും. ഈ ബാങ്കിൽ 5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് 2.5% പലിശ ലഭിക്കുക. എന്നാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ പലിശ നിരക്ക് നേരെ 5.5% വരും. 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നവർക്ക് 6.5% പലിശ കിട്ടും. 25 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണെങ്കിൽ 7.5%, അതിനു മുകളിൽ തുകയുള്ളവർക്ക് 7.6% പലിശ ഈ ബാങ്ക് നൽകുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ഉജ്ജീവൻ ബാങ്കിനെ കുറിച്ചാണ്. ഈ ബാങ്കിൽ പലിശ തുക ഒന്നിച്ച് 3 മാസം കൂടുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക. ഇവിടെ 1 ലക്ഷം രൂപ വരെ 2.5%, 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 3%, പലിശ. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ 5.5%, 10 ലക്ഷം മുതൽ 10 കോടി രൂപ വരെ വലിയ തുകകൾക്ക് 6% പലിശ ലഭിക്കും. 25 ലക്ഷം മുതൽ 5 കോടി വരെയാണെങ്കിൽ 7.5%, 25 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ളവർക്ക് 7.1% പലിശ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. നാലാമത്തെ ബാങ്ക് DCB ബാങ്കാണ്. ഇവിടെയും 3 മാസം കൂടുമ്പോഴാണ് പലിശ നിങ്ങളുടെ ബാങ്കുകളിൽ എത്തുക. 1 ലക്ഷം രൂപ വരെ വെറും 1.5% പലിശ. 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 2.25%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 3.25% പലിശ ലഭിക്കും. എന്നാൽ 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെ അക്കൗണ്ടിലുണ്ടെങ്കിൽ പലിശ 5.25% കൂടും. 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതെങ്കിൽ ഈ ബാങ്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശയായ 6.85% നിങ്ങൾക്ക് സ്വന്തമാക്കാം. 50 ലക്ഷത്തിന് മുകളിലുള്ള തുകകൾക്ക് പലിശ നിരക്ക് നേരിയ തോതിൽ കുറയുന്നതായും കാണാം. അവസാനമായും AU ബാങ്കിനെ കുറിച്ച് പറയാം. ഇവിടെ എല്ലാ മാസവും പലിശ പണം അക്കൗണ്ടിൽ വരും. 3 ലക്ഷം രൂപ വരെ 2.5%, 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 2.25% പലിശ. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ 3.5%, 10 ലക്ഷത്തിന് മുകളിൽ 25 കോടി വരെ വലിയ തുകകൾക്ക് 6% പലിശ ലഭിക്കും. 25 കോടിക്ക് മുകളിൽ നിക്ഷേപിക്കുന്നവർക്കാണ് ഇതിൽ ഏറ്റവും ഉയർന്ന നിരക്കായ 6.75% പലിശ ലഭിക്കുക. ഇത്തരം അക്കൗണ്ടുകൾ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചില തെറ്റുകൾ വരുത്താറുണ്ട്. പലരും പലിശ നിരക്ക് മാത്രം നോക്കി വലിയ തുകകൾ ഒറ്റയടിക്ക് നിക്ഷേപിക്കും. അങ്ങനെയല്ലാതെ നിങ്ങളുടെ പണം പല ബാങ്കുകളിലായി 5 ലക്ഷം രൂപയിൽ താഴെ വരുന്ന രീതിയിൽ നിക്ഷേപിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അതുപോലെ തന്നെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പറും മറ്റു രേഖകളും കൃത്യമായി നൽകണം. അപ്പോൾ കുറഞ്ഞ നിക്ഷേപത്തിന് കൂടുതൽ പലിശ തരുന്ന ബാങ്കുകളെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നേരിട്ട് പോയി എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.